പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും പ്രഭാത വിരുന്നിൻ്റെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹമാണ് ഓരോ പ്രഭാതത്തിലും നമ്മെ തേടിയെത്തുന്നത്. നാം അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൻ്റെ ചുടുശ്വാസം പോലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയാണ് നമ്മളിലേക്ക് വിളിച്ചോതുന്നത്. വളരെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നിരന്തരം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് സ്വയം സമർപ്പിച്ചതുപോലെ നമ്മുടെയും ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവെ ഇറങ്ങി വരണമേ, ഞങ്ങളിൽ ആവസിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് അനാഥരായിട്ടുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനാഥരായിട്ടുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പരിപൂരിതരാകാനും ഇടയാകട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ശക്തമായിട്ട് പൗലോസ് ലേഖ എഫേസോസിലെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്?
യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവർ നിറയപ്പെടുവാനും തമ്പുരാന്റെ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഉയരവും നീളവും മറ്റു വിശുദ്ധരോട് എന്നതുപോലെ ആ മക്കളും അനുഭവിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിൻ്റെ രക്ഷ ജീവിതത്തിൽ അവർ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ വിശ്വാസികൾ, ക്രൈസ്തവരായ നമ്മളുടെ ജീവിതത്തിലും ആഴമായിട്ട് സംഭവിക്കേണ്ട ഒന്നാണ്. ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ അറിയുക. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുക എന്നതാണ്. വചനം നമ്മോട് പറയുകയാണ്, പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അവിടെ നമ്മെ സ്നേഹിച്ചു. ആ ഏകജാതൻ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ബലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് എന്താണ് സ്നേഹമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ സ്നേഹത്തെ എത്രമാത്രം ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നു. എപ്രകാരം ക്രിസ്തു നമ്മെ സ്വന്തമായിട്ട് ഗണിച്ചതുപോലെ ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം പറയുകയാണ്, ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായിട്ട് ഗണിച്ചത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ജീവിതത്തിൽ ആവുന്നത്ര അനുഭവിക്കുവാനായിട്ട് ക്രിസ്തു തൻ്റെ തിരുരക്തത്തിലൂടെ ഒഴുക്കി വിശുദ്ധീകരിച്ച് നമുക്ക് നൽകുന്ന ഈ സ്നേഹത്തെ ജീവിതത്തിൽ ആവുന്നത്ര അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ കൃപയാക്കി മാറ്റുവാനായിട്ട് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ സാധ്യമാകണം. വചനം നമ്മോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വീണ്ടും വചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ച അവൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ തികവിനെ എത്രമാത്രം അനുഭവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നു. ഒന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുക. രണ്ടാമതായിട്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് യോജിച്ച വ്യക്തിയായിട്ട് തീരുക. പ്രിയമുള്ളവരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് യോജിച്ച വ്യക്തിയാകുക. എന്താണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്? അത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്, അത് സ്വർഗവാസികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അവരും വിശുദ്ധരായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരാക്കപ്പെടുവാനായിട്ട്, നമ്മളും സ്വയം വിശുദ്ധീകരിക്കുവാനായിട്ട്, സ്വയം വിശുദ്ധിയുടെ നിറവിനെ ആർജിച്ചെടുക്കുവാനായിട്ട്, അത് കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് അവിടുന്ന് തരുമ്പോൾ അതിനെ സ്വന്തമാക്കി ജീവിതത്തെ അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിലേക്ക് നോക്കിക്കേ, എത്രമാത്രം ആ ഒരു വിശുദ്ധിയുടെ നിറവിൽ, വിശുദ്ധരോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധിയുടെ നിറവിൽ ആഴപ്പെടുവാനായിട്ട് സാധ്യമാവുകയാ. അവരനുഭവിച്ചതുപോലെ ക്രിസ്തു സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ഒക്കെ ഒന്ന് അറിഞ്ഞ് അനുഭവിക്കുവാനായിട്ട്. ഇന്ന് പലരോടും ചോദിക്കും, പറയാറുണ്ട്, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പറയും, ഈശോനെ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കുന്നു? അതെനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സ്നേഹത്തെ ഒന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കണം. ഒന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ അവിടുന്ന് വചനത്തിലൂടെ നമ്മൾ പറയുന്നത്, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അവിടുന്ന് ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട്, കൃപയെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിലും ഈ സ്നേഹം ഒഴുകിയിറങ്ങുമ്പോൾ എന്ത് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. എന്ത് പ്രത്യുത്തരം
എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സ്നേഹന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി കഴിക്കാനായിട്ട്, രക്തസാക്ഷിത്വം ഭരിക്കാനായിട്ട് അവർ തയ്യാറായി. ആദിമ സഭയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, മതപീഡനത്തിൻ്റെ സമയത്ത് നോക്കിക്കേ, അവർ യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സകലതിനെയും അവർ ഉച്ഛിഷ്ടം പോലെ കരുതുകയും തമ്പുരാൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവവും എന്ന് അവർക്ക് പറയുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വചനം നമ്മോട് പറയുന്നത് സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തമ്പുരാൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ സ്നേഹത്താൽ നിറയപ്പെടണമെങ്കിൽ എന്നെ തന്നെ ഒരുക്കാനായിട്ട്, എന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട്, എന്നെ തന്നെ നവീകരിക്കാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്താൽ നിറയപ്പെടുവാൻ സാധിക്കണം. വചനം പറയുകയാണ്, ഒരുക്കപ്പെടണം. നമ്മൾ എപ്രകാരം ഒരുങ്ങിയിരിക്കണം? വിവേകമതിയായ കന്യകമാരെ പോലെ നമ്മൾ ഉറക്കമുളച്ച് ഒരുങ്ങിയിരിക്കാൻ സാധിക്കണം. കാരണം മണവാളം എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ജീവിതത്തിൽ വിളക്കം എടുത്തുകൊണ്ട് ആയിരിക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ മണവാളം കയറി മണവറ അടച്ചു കഴിയുമ്പോൾ പുറത്തുനിന്ന് മുട്ടുന്ന വിവേകശൂന്യകളായ കന്യകമാരെ പോലെ നമ്മൾ ആയിത്തീരരുത്. നമ്മുടെ ജീവിതത്തിൽ സദാ ജാഗരൂകരായിരിക്കണം, ഒരുക്കത്തോടു കൂടി ആയിരിക്കണം. രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. അതുകൊണ്ടല്ലേ ഉദ്ധിതനായ ഈശോനാഥൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉടനെ തൻ്റെ ശിഷ്യന്മാർ ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. തമ്പുരാന്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവർ സമാധാനത്തിൽ ജീവിക്കുക. തമ്പുരാന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും സഹനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു. എപ്രകാരം? ജോബിനെ പോലെ, ദാനിയേലിനെ പോലെ, സൂസനയെ പോലെ, സോളമനെ പോലെ, ജെറമിയായെ പോലെ, യേശയ്യായെ പോലെ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ സമർത്ഥമായിട്ട് ഒഴുകുമ്പോൾ ഈ സഹനങ്ങളെ നമുക്ക് അതിജീവിക്കാനുള്ള കരുത്ത് അവിടെ നിന്ന് തരുക. സഹനങ്ങളുടെ സമയത്ത് നിരാശപ്പെടുക, തകർന്നു പോകുകയല്ല, മറിച്ച് അതിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ എഫേസസുകാരിലെ സഭയോട് വളരെ ശക്തമായിട്ട് പറയുന്നത് പോലെ നമ്മളോടും പറയുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അതുവഴി എന്താ സംഭവിക്കേണ്ടത്? ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ, ദൈവം എപ്രകാരം എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുമെന്നാണ് വചനം നമ്മോട് പറയുന്നത്, ഈശ്വരനാഥൻ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ഒരു പരിപൂർണതയിലേക്ക് നമ്മുടെ ജീവിതത്തെയും ഒന്ന് പരിപൂർണമാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ കൃപയാക്കുവാനായിട്ട് നമുക്കും സാധ്യമാകണം. ഓരോ ദിവസവും നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ, വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ചേർക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവവചനത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കൊന്ന് അടിയുറപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഈ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് എന്നെ തേടി ഇറങ്ങുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ചേർത്ത് വെക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ആ ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ജീവിതം വലിയൊരു അഭിഷേകത്താൽ, കൃപയാൽ അവിടുന്ന് നിറയ്ക്കുകയും എൻ്റെ ജീവിതത്തെ ഒന്ന് ധന്യമാക്കുവാനായിട്ട് അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അവസരം തരികയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വചനം നമ്മോട് പറയുകയാണ്, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 3-ാം വാക്യം പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. വീണ്ടും വചനം പറയുകയാണ്, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അവിടുത്തെ വിശ്വസ്തത
അത് പുതിയതാ, അത് ഉന്നതമാ. ആ വിശ്വസ്തതയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്? ചേർത്ത് വെക്കാനായിട്ട് സാധിക്കണം. വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുവല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാ സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് തീരുന്നതെന്ന് വചനത്തിലൂടെ ഈശോ നമ്മൾ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും വെറുതെ ദൈവത്തെ വിളിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. പ്രിയമുള്ള ദൈവജനമേ, ഈ ശുശ്രൂഷയുടെ സമയത്തായിരിക്കുമ്പോൾ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട്, അവൻ്റെ സ്നേഹം വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമാക്കാനായിട്ട് നമുക്ക് പറ്റണം. ദൈവം ആവശ്യപ്പെടുക നമ്മളിന്ന്. അവൻ ആവശ്യപ്പെടുമ്പോൾ അതിനൊരു ശരിയായ പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കരങ്ങൾ കൊപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സ്നേഹത്തെ ആവുന്നത്ര അനുഭവിക്കുവാനായിട്ട് വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഒരു ധന്യതയുടെ ജീവിതം നയിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധനെ വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് നൽകിയ സമ്മാനമായ കാവൽ മാലാഖായെ ദൈവസ്നേഹത്തിൽ നിന്ന് അകരുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കണമേ. പ്രിയമുള്ളവരെ, ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനവധി മക്കളുണ്ട്. ഈ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ജപമാല ചൊല്ലുമ്പോൾ, കരുണക്കൊന്ത് ചൊല്ലുമ്പോൾ, നവേന ചൊല്ലുമ്പോൾ, ദ്വീപിലി പങ്കെടുക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനാഥരായിട്ടുള്ള എല്ലാവരും തമ്പുരാൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ.
എന്നും നിന്റെയുള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. എന്നും നിന്റെയുള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. പ്രിയനാഥനായൊരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. പ്രിയനാഥനായൊരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. നിന്റെ പ്രാണനിൽ കുളിരായവൻ എന്നും നിറഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ. കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. പ്രിയനേശുവിൻ വഴി തേടുവിൻ നിന്റെ ജീവിതം ധന്യം. പ്രിയനേശുവിൻ വഴി തേടുവിൻ നിന്റെ ജീവിതം ധന്യം. നിന്റെ പാതയിൽ മാർഗദീപമായി അവൻ തെളിഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ. കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൊപ്പി കണ്ണുകളടച്ച് ശിരസ് കുമ്പിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.